അല്ലേട്ടാ, ഇനി അട്ടപ്പാടിക്ക് പോകാൻ വേറെ വല്ല വഴിയുണ്ടോ? ഹലോ, ഹാരിസാണ്. ഇന്നലെ ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് എവിടേക്കും പോയാലോ ചോദിച്ചു. ഞാനായിട്ട് പറഞ്ഞു അട്ടപ്പാടി പോയാലോ എന്ന്. അളനല്ലൂർ തൊട്ടിട്ട് ചുങ്കംവെള്ള റോഡ് നരകം പിടിച്ച റോഡായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പുത്തൂർ കൂടി ചാടി നാട്ടില് ചുങ്കം കഴിച്ചിലാൻ വേണ്ടി കുറച്ച് കിലോമീറ്റർ കൂടുതലാണെങ്കിൽ പോലും നെല്ലിപ്പുഴ തൊട്ടിട്ട് തെങ്ക റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ പോണ ലക്ഷക്കണക്കിന് ഉറുപ്പിക എടുത്ത് വണ്ടി മേടിച്ചിട്ട്, അത് എന്ത് വണ്ടി ആയിക്കോട്ടെ, ബൈക്ക് ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, സ്കൂട്ടി ആയിക്കോട്ടെ, നല്ല ശതമാനം ടാക്സും ഇൻഷുറൻസും അടച്ചിട്ട് കാളൗട്ടും കണ്ടത്തിനേക്കാളും ഗതികേട് പിടിച്ച റോഡാണ്. ഒരു ആംബുലൻസോ കാര്യങ്ങളോ പെട്ടെന്ന് പോകണ്ടെങ്കിൽ ഒരു മഴ വന്നു കഴിഞ്ഞാൽ കുഴിയിൽ വെള്ളം നിറഞ്ഞിട്ട് അതിൽ വണ്ടി വീണാലേ അറിയുള്ളൂ. വണ്ടി മറിഞ്ഞു നമ്മൾ ദിവസേന കാണുന്നതാണ് സംഭവങ്ങൾ. ഇനി മഴ പോയപ്പോൾ അവസ്ഥ ഉണ്ടെങ്കിൽ വല്ല മരുഭൂമിയിൽ പോയമാതിരി മണൽക്കാറ്റ് അടിക്കുന്ന അവസ്ഥയാണ്. ഒരു ബസ്സോ ലോറിയോ പോയി കഴിഞ്ഞാൽ ടൗണിൽ നിൽക്കുന്ന ആളുകൾക്കറിയാം എത്രമാത്രം പൊടികൾ ഉള്ളിലേക്ക് വലിക്കുന്നുണ്ടെന്ന്. ശ്വാസകോശമൊക്കെ എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് മണലും പൊടിയാക്കരം. അതായത് കുറച്ച് ദിവസം മുന്നേ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അട്ടപ്പാടിയിൽ, പ്രക്ഷോഭ്. അവൻ്റെ അമ്മക്ക് സുഖമില്ലാതെ പെട്ടെന്ന് ബ്ലോക്ക് പ്രശ്നം വന്ന സമയത്ത് അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചു. എത്രയും പെട്ടെന്ന് പെരുന്നാളിനെ അവിടെയും കാണിക്കുന്ന പറഞ്ഞ സമയത്ത് ഇവർ പോന്നിട്ട് കൂടെ വന്ന ചേച്ചി അവരെ മോള് പറയാണ് എന്നോട്, അവിടെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് പറയണേ, ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് ഇന്ന ആദ്യം കാണിക്കേണ്ട അവസ്ഥയായിക്കൊന്ന് പറഞ്ഞു. കാരണം ഈ വണ്ടിയിൽ അടിച്ച് ഒരു കൈ കൊണ്ട് ഇവരിങ്ങനെ സ്ട്രക്ചറിൽ അമ്മനെ പിടിച്ചിട്ടുണ്ട്. ഇവര് വന്ന് അടിച്ചിട്ട് ഈ കൈയിന്റെയും കാലിലൊക്കെ മുട്ട അടിച്ചിട്ട്, കാരണം അറിയാം നെല്ലിപ്പുഴ, കാരണം ആംബുലൻസ് ആണ് എത്ര വേഗം എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവർ വേഗത്തിൽ പോരും ചെയ്യും. ഇവർ 10 പ്രാവശ്യം നിർത്തേണ്ടി വന്നു, കാരണം ഛർദ്ദിച്ചിട്ട്. അമ്മയാണെങ്കിൽ ഇവരൊക്കെ ഛർദ്ദിക്കുക. ആ കോലത്തിലെ റോഡ്, ഒരു എമർജൻസി കേസും കാര്യങ്ങളൊക്കെ ആംബുലൻസ് വന്ന സമയത്ത് അതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, ഇനി ഇത് ഏതെങ്കിലും മനുഷ്യന്മാർ ഈ കുഴിയിൽ വീണ് മരിച്ചാലേ നിങ്ങളിത് നേരാക്കുള്ളുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചാൽ നിങ്ങൾ സ്വയം മനസ്സിലാക്കുക, നിങ്ങളാണ് ഏറ്റവും വലിയ തോൽവി.